ഉമ്മന്റെ ഫുഡ് മിസ് ചെയ്യോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്ന് എന്റെ കൂടെ ഹിബ അല്ല കേട്ടോ. ഹിബന്റെ വീട്ടിലേക്ക് പോയി. എന്താന്നറിയില്ല, ഇന്നോട് തെറ്റി പിന്നീട് പോയതാണ്. യെസ്, അപ്പൊ ഇത് നമ്മൾ കുളിച്ച് മാറ്റി ഹിബ പച്ച കളറും ഞാൻ വെള്ള കളറും ഇട്ടത് വേറെ ഒന്നിനല്ല. എന്തിനാ ഹിബ? ഈ പറയണ്ട ആയിട്ടില്ല. ഗൈസ്, ഇന്ന് നമ്മള് ഒരാള് നമ്മളോട് വിട പറയുകയാണ്. ബംഗോ, ഇനി എപ്പ നമ്മ കാണും? പറയടാ ഗൈസ്. ബംഗു കോളേജിൽ ചേരാൻ വേണ്ടി പോവാട്ടോ അല്ലേ ഹിബ? അപ്പൊ നമ്മള് കോളേജിൽ ചേർക്കാൻ വേണ്ടി പോവാണ്. ലഗേജ് ഒക്കെ എടുത്ത് കാറിന്റെ ഉള്ളിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് കോളേജിലാന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം അല്ലേ? നമ്മളെ ലാസ്റ്റത്തെ പൊന്നോമന പുത്രനാണ്. ഉരുളി കമഴ്ത്തിയിട്ടും പിന്നെ പാത്രം എറിഞ്ഞു പൊട്ടിച്ചിട്ടും കാലം ഉടച്ചിട്ടൊക്കെ കിട്ടിയതാണ്. മമ്മി പെണ്ണാണ് എന്ന് പറഞ്ഞ് വളർത്തിയതാണ്, പക്ഷെ ആണായി പോയി അല്ലേ മമ്മി? അപ്പൊ ദാ മമ്മി അങ്ങനെ കുളിച്ചു മാറ്റി. നീ ഏത് നമ്മൾ കോളേജിൽ ഇനി കാണുമോ? അവന് ഹോസ്റ്റലിലാക്കാൻ വേണ്ടി പോവാ അല്ലേ അമ്മ? ക്യാമറമാൻ സ്പോൺസർ ചെയ്ത വാച്ചാട്ടോ അത്. നോക്ക്, യോ പോളിസ് സാധനം മോനെ. എന്താ ഇതിന്റെ പേര്? പോസിയോ? സോണാട്ടന്റെ വാച്ചാണുള്ളത് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഇതാ നമ്മള് ബംഗുവിനായിട്ട് ഇറങ്ങുകയാണ്. എടാ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലേ? പാവാണ് ഗൈസ്. എല്ലാം കോളേജിലേക്ക് പോവല്ലേ? ഇനി എന്താ ചെയ്യാ? ഹോസ്റ്റലില് ഉമ്മന്റെ ഫുഡ് മിസ് ചെയ്യോ? ഇനി അവിടെ പോയി കാണണ്ടേ ഗൈസ്? ഇത്രയും കാലം നമ്മളെപ്പുള്ള ആളായിരുന്നു. ഇനി ഒരു കൊല്ലം 4 കൊല്ലം ഹോസ്റ്റലിലാണ് നിൽക്കാൻ വേണ്ടി പോണത് അല്ലേ? എന്നാ വാ പോവല്ലേ? അനക്ക് എന്താ പറയാ? എനിക്കൊന്നും പറ. കോളേജിൽ പോയി നമ്മളൊക്കെ മിസ് ചെയ്യില്ലേ? പറയടാ. കോളേജിന് ഇങ്ങോട്ട് വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് കോളേജിൽ ചേർക്കാൻ പോവാ അല്ലേ? ആരാ എനിക്കൊരു എളാപ്പ 4 കൊല്ലത്തിനേക്ക് മിസ്സായി. പാവം ഗൈസ്. ആരാ എന്താ ഒരു ഇരുത്തോ അല്ലേ? എളാപ്പൊക്കെ ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത ലക്ഷോളം അടുത്തേക്ക് വെക്കും. ഇമ്മി ലക്ഷം അടുത്തേക്ക് വെച്ചാ ഗൈസ് ആരെ പോലെ ഉണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ പിടിക്കുക. നമ്മള് പിടിച്ചോളടാ. ഇനി കുറച്ചു കാലത്തേക്കല്ലേ ഇതൊക്കെ പറ്റൂ അല്ലേ ഹിബ? മമ്മി ചെക്കനെ സ്നേഹിക്കാം അല്ലെ? നമുക്ക് ഒരു സ്നേഹം കൊണ്ട് ഇവനെ കൂടാരം തീർക്കണം നമുക്ക് ഹിബ. നമ്മളെ മിസ് ചെയ്ത് പോവാണ് ഗൈസ്. നമ്മളെ പാവം യാത്രയായി സൂര്യോദയ. ഞങ്ങളൊക്കെ സെറ്റാക്കി പോണ്ട്. ഫുള്ള് സാധനങ്ങളാണ് വണ്ടിയില്. ചളിയായോണ്ട് പുറത്തേക്ക് കാണുന്നില്ല. സ്വന്തമായി കേറിയോ ഗൈസ്? ആരന്റെ സീറ്റ് അവിടെ ഒരു വഴിമുടക്കി ആയിട്ടുണ്ടല്ലേ ഹിബ? അപ്പൊ എന്തായാലും എടാ ഹിബ എന്തിനാ മുന്നിൽ നിന്ന്? ഇന്ന് ബംഗുവിനല്ലോ മുന്നിൽ ഇരുത്തണ്ടേ? എന്ത് പണിയാ ചെയ്തേ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഈ കൈ ഒന്ന് സമയത്താണ് നമ്മള് കോളേജിലേക്ക് പോണേ. കോളേജ് എറണാകുളത്തല്ലേ ഹിബ? നമുക്ക് 5-6 കിലോമീറ്റർ കൂടി 5-6 മണിക്കൂർ യാത്ര ഉണ്ട്. എറണാകുളത്തുള്ള ഒരു കോളേജിലാട്ടോ ബംഗുവിനെ ചേർത്ത്. കോളേജിൽ എങ്ങനെ പ്ലേസ്മെന്റ് സ്കോപ്പ് ഒക്കെ അല്ലേ? ബംഗു ഇവിടെ നിന്ന് പറയാട്ടോ. അതിനാണ് സബ്ജക്റ്റ് സ്കോപ്പ്. അപ്പൊ എനിക്ക് ഓർമ്മയത് എന്താണെന്നറിയാം, പണ്ട് നമ്മൾ ഇതേപോലെ +2 കഴിഞ്ഞിരിക്കുമ്പോ ആൾക്കാർ പറയായിരുന്നു CSE ആ സ്കോപ്പ്, മെക്കാനിക്കൽ ആ സ്കോപ്പ്. ആ സ്കോപ്പ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ എനിക്ക് കലിപ്പാ സത്യം പറഞ്ഞ. ഈ വീണ്ടും ഇപ്പോഴാണ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അടുത്തുള്ള 18+ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിയേക്കണോ ചെക്കൻ? 18 ലാപ്ടോപ്പ് ഒക്കെ നല്ലൊരു അന്തരീക്ഷം ഗൈസ്. അപ്പൊ ബംഗുവിന് ഫസ്റ്റ് ഇയറിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു ഫോൺ മേടിച്ചു കൊടുക്കും. ഏതാ ഫോണ്? iPhone 17 Pro Max ആയിരിക്കും അപ്പൊ അതിന് അല്ലേ? അത് മേടിക്കുന്നതാണ്. പൂക്കാലം നല്ല പൂക്കാലം, തേനുണ്ടോ തുമ്പി തേനുണ്ടോ, എഴുപഴുന്നുണ്ട് കനവിൽ നനുനനപ്പെട്ട് മുളകി. ആസ്വദിക്ക് മമ്മി. പണ്ടത്തെ റൊമാൻസ് ഒക്കെ ഓർമ്മ വരട്ടെ. പപ്പന്റെ പേരല്ലേ പണ്ട് ബീച്ചിലല്ലേ? കുടിക്കും. പിന്നെന്താ ചെയ്യാ? ഐസ്ക്രീം കുടിക്കും. എല്ലാം
പിന്നെ ഒരു കല്യാണം കഴിച്ചു പിന്നെ ഇവിടെ ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഏതാ കഥ മമ്മിയുടെ ഡാഡി ലവ് സ്റ്റോറിയാ അല്ലേ ഒരു ലവ് ചെയ്ത് കല്യാണം കഴിച്ചതാ ഉമ്മനെ കണ്ടിട്ടേ ഇപ്പൊ ഇഷ്ടായതാ ഇഷ്ടായി അങ്ങനെ ലവ് മാരേജ് ആയതാ അങ്ങനെ ലവ് മാരേജ് വീട്ടുകാരൊക്കെ എതിർത്തിനി വീട്ടുകാരൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു എന്നിട്ട് പേര് ചെന്നൈയിലേക്കൊക്കെ ഒളിച്ചോടിയിട്ടൊക്കെ കല്യാണം കഴിച്ചു അവിടെ രജിസ്റ്റർ മാരേജ് ചെയ്തത് അല്ല ഞാൻ ഇവര് ഇവിടെ വന്ന് സെറ്റിലായി അവിടെ തേൻമുട്ടായി കച്ചവടമായിരുന്നു പണ്ടപ്പൊക്കെ അപ്പൊ ആർക്കും അറിയാത്ത ലവ് സ്റ്റോറി ആയിട്ടോ മമ്മീന്റെ മമ്മി നമ്മൾ പറയില്ലെന്നല്ലോ ഓക്കെ ഞാന് തമാശക്ക് അറിയാട്ടോ ഇവര് ലവ് സ്റ്റോറി ഒന്നല്ല ബിക്കോസ് ഡാഡി പണ്ടത്തെ സിഗ്മ മെയിലായിരുന്നു ആൽഫ മെയിലാ അല്ലെ ഹിബ ലവ് ആഫ്റ്റർ മാരേജ് ആയിരുന്നു അവര് ആരെന്താ പറയണേ എന്തിനാ കണ്ണാടി വാങ്ങാൻ പോയത് ആരെ കണ്ണാടി വാങ്ങാൻ പോയത് റീഡിംഗ് ക്ലാസ് വാങ്ങാൻ പോയത് ഞാനിപ്പോ അതെ 60 വയസ്സായില്ല അപ്പൊ റീഡിംഗ് ക്ലാസ് ഒക്കെ വേണ്ടി വരും എല്ലാ വിറ്റ ചങ്ങായി പറയാണ് പിന്നെ നിങ്ങളെ വൈഫനല്ല പറ പിന്നെ അപ്പൊ എന്താ ഈ പോയിന്റ് ഒക്കെ നോക്കിയപ്പ അത് നിങ്ങൾക്ക് പറ്റുക മറ്റേ നിങ്ങൾക്കാണ് പറ്റിയത് നിങ്ങൾ ലവ് മാരേജ് അല്ലേ ഇപ്പൊ കണ്ണാടി കണ്ണാടി പീടിയല്ലേ ആയിരിക്കും നമ്മളെ കാണാൻ എന്തോ ഒക്കെയല്ലേ നമ്മള് വർത്താനം ചിരിച്ചപ്പോ എന്തോ തോന്നിയേക്കും എന്തോ ഓപ്പണായി ഓനോട് വർത്താനം പറഞ്ഞപ്പോളെ അപ്പം പറയാണ് അത് കണ്ട ഞാൻ അപ്പൊ പറഞ്ഞു ഇപ്പം ചിരിച്ചു ഞാൻ ശരിയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ ലവ് മാരേജ് ആണെന്ന് ഒരു കണ്ണാടി വാങ്ങാൻ വരെ പോവാൻ പറ്റൂല അല്ലെ അപ്പൊ അത് ലവ് മാരേജ് ശരിക്കും കണ്ടാൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യൂലേ ഇവർ രണ്ടാളും ലവ് മാരേജ് ആവുന്നില്ലേ ഇവ പിന്നെ പണ്ടത്തെ ഞാനും ഹിബില്ലേ അതെ നമ്മളെ അറേഞ്ച് മാരേജാ നമ്മളെ അറേഞ്ച് മാരേജ് എങ്ങനെ ആണെങ്കിൽ അവസ്ഥകൾ ആലോചിച്ച് ലവ് മാരേജ് ആയിട്ട് അടിയും പേടിയാ അല്ലേ ഇവ ഗൈസ് അത് മാത്രല്ല പണ്ടത്തെ ശരിക്കും പറഞ്ഞാല് മമ്മി ഗൈസ് പിന്നെ വേറൊരു കാര്യമുണ്ട് പണ്ട് മമ്മിയും പപ്പിന്റെ ഇതില് ഞാൻ ഫോട്ടോസ് ഒക്കെ ഞാൻ കണ്ടിരിക്കണേ അതിൽ ഇമ്മനെ കാണാൻ ഒരു ലുക്കും ഇല്ല കേട്ടോ സത്യം പറയാല്ല ഡാഡി ഹെവി ലുക്കായിരുന്നു മമ്മി ഇപ്പനെ കണ്ടിട്ട് വേഗം ചാടി കേറിയാന്ന് എനിക്ക് തോന്നേ ഹിബക്ക് ഇന്ന ചാടി കേറിയ പോലെ തന്നെ അയ്യോ വണ്ടി ഇടിച്ചു എന്താ ചെയ്യാ ഗൈസ് ഞങ്ങളെ വീട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഭയങ്കര സൗന്ദര്യമാണ് അല്ലേ അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു നമ്മള് ബംഗുവിനെ കോളേജിൽ ചേർത്താനപ്പൊ കൊണ്ടുപോകണ എറണാകുളം വഴി നമ്മൾ ഈ കഥ പറയുമ്പോ ബംഗു ഇങ്ങനെ ആയാലേക്ക് ഞാൻ പെണ്ണൊക്കെ കെട്ടിട്ട് അടിപൊളി ഇല്ലേ എടാ ഞാൻ പോടൊക്കെ അല്ലേ ഇവ ഇപ്പൊ സിംഗിൾ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അങ്കിളാവും അത്രേ ഉള്ളു മനസ്സിലായോ അല്ലേ നമ്മളങ്ങനെ ബംഗുവിന്റെ കോളേജിൽ ബംഗു അന്റെ കോളേജിന്റെ ഉള്ളിലോട്ട് നമ്മളെ കയറ്റുവോ ഇല്ല അപ്പൊ ഈ ഡാഡി ഇവിടെ ഉള്ളിൽ വെയിറ്റ് ചെയ്യണ്ടോ ഗൈസ് എന്നാലും ഡാഡിയും ഇവനും പോയിട്ട് ചേർന്ന് വരട്ടെ നമ്മളെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടാ ഞാൻ എന്തായാലും പോവേ ഞാൻ പോവും ഈ പോണ്ട് എന്നാ ഗൈസ് ഹിബിയും ഡാഡിയും പിന്നെ ബംഗും പോയി ചേരട്ടെ അല്ലെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അല്ലെ നമ്മൾ ഡാഡി ഇത് അവിടെ നിക്കുന്നുണ്ട് ഡാഡി ഇത് അവിടെ ബംഗുവിനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് നമ്മൾ ബംഗുവിനെ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗു ഗോട്ട് ഇമോഷണൽ ബംഗുവിനെക്കാട്ടി കൂടുതൽ ഇമോഷണലായ മമ്മിയാണ് ഫസിക്കാക്കൊക്കെ കരയാനായാണ് അതുകൊണ്ട് ഓലാരും കാറിന് ഇറങ്ങിയില്ല പിന്നെ എനിക്ക് ബംഗുവിൻ്റെ നല്ലൊരു തുടക്കം കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനും ഓൻ്റെ ബാക്കിൽ ഓടി വന്നു ഓന് വലിയ ഇഷ്ടമൊന്നുമില്ലേന്ന് ഞാൻ വന്നത് എന്നാലും ഞാൻ ഓടി വന്ന് ബംഗു അവിടെ ഇൻസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻസ് തേടിക്കൊണ്ടിരിക്കുകയാണ് യെസ് എന്തൊക്കെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബംഗു കേട്ടുകൊണ്ടിരിക്കുകയാണ് ബംഗു ഓൺ ഫയർ. A few moments later. ഗൈസ് അപ്പൊ നമ്മളങ്ങനെ ബംഗുവിനെ കോളേജിൽ ചേർത്തി അപ്പൊ പാവം ബംഗു ആകെ സങ്കടത്തിലാണ് ഇനി കോളേജിൽ നാളെ മുതൽ പോകണ്ടേ അപ്പൊ ഇന്ന് ചേർത്തതിനെ കൂടി ഇന്ന് കോളേജില്ല അപ്പൊ നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാന്ന് വിചാരിച്ചു അപ്പൊ അതാ എല്ലാരും കൂട്ടിയിട്ട് നമ്മള് എങ്ങോട്ടേലൊക്കെ പോവാന്ന് വിചാരിച്ചു. എങ്ങോട്ടാ പോണ്ടിയത്? ഇന്ന് ബംഗുവിന്റെ ലാസ്റ്റ് ഡേ ആണ് അല്ലേ ഹിബ? ഫെയർവെൽ പാർട്ടിയാണ്. ഇതാ ബംഗുവിന്റെ ഫെയർവെൽ പാർട്ടി ആട്ടോ. ബംഗു ഇതാ മമ്മി
എന്താ മോന് നാളെ മുതൽ ഇല്ല, നാളെ കോളേജിലായിരിക്കും ഉണ്ടാവുക. ഇതാരത്? ഇത്ര മതിയോ? ഇത്ര ഡൈറ്റ് ആവും. നാളെ ഫ്രീഡം പോണ ദിവസമാണ്. അപ്പൊ ഇന്ന് എവിടെ പോണ്ടിയ? ബംഗൂര് എവിടെ പോണ്ടിയ? ബംഗു പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വണ്ടി എടുക്കുന്നത്. കാപ്പാട്. മമ്മി കാപ്പാട് ഓക്കെയാണോ? നമ്മൾ കാപ്പാട് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാ അല്ലേ? സീനാണ് സീന വെച്ചാനെ സീൻ മോനെ കളിയാ നിക്കട്ടെ. സീൻ മോനെ ഇവിടെ അതൊരു പ്ലേ സ്കൂൾ ഉണ്ട്. ആരുടെ ഇവിടെ ആക്കിയാലോ? ആൻഡ്രി ആയിട്ടില്ല പോരെ. ഓളെ അംഗനവാടിയിൽ നമ്മൾ ചേർത്തത്. പിണറായി സർക്കാരിന്റെ പൈസ മാത്രമേ നമ്മൾ പൊട്ടിക്കും. കുറച്ച് അയാളെ കുറച്ച് മുതലെടുക്കാൻ തീരെ പൈസ കൂടെ വിടുന്നില്ല. നമ്മൾ അങ്ങനെ കാപ്പാട് കാലുകുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടാണ് ആദ്യമായിട്ട് വാസ്കോ ഡ ഗാമ ആദ്യം കാലുകുത്തി ഇവിടെ നിന്നല്ല. ആദ്യം കാലുകുത്തിയ പോർച്ചുഗലിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഹിബ. ആ ഹോസ്പിറ്റലിൽ വരുന്നത് സെന്റ് തെരേസസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് മൂപ്പര്. സിസർ ഫിൽറ്റർ അല്ല, സിസേറിയൻ ആയിരുന്നു അങ്ങേര് അല്ലേ? പിന്നാണ് മൂപ്പര് ഇങ്ങോട്ട് വന്നിട്ട് കാലുത്തിയത്. റോഡൊക്കെ ഇവിടെ കുത്തി പൊളിഞ്ഞ് ഒലിച്ച് പോയിണ്. ഇവിടുത്തെ ഈ വെള്ളം കേറിയപ്പോ അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാ. ഇനി അങ്ങോട്ടേക്ക് പോവില്ല, ബൈക്ക് മാത്രമേ പോകുള്ളൂ. നമ്മൾ കാപ്പാട് ബീച്ചിലെത്തി. അല്ല ഹിബ ഗൈസ്, അവിടൊക്കെ നോക്കിയാ റോഡൊക്കെ ഫുള്ള് പൊട്ടി പൊളിഞ്ഞ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോളേ ഹിബ ബീച്ച് ഇതുവരെ ഉള്ളതിനല്ലോ, ഓർമ്മയില്ല ഞങ്ങക്ക്? ഇപ്പൊ ഇത് ഫുള്ള് ബീച്ചാ. ഇതുവരെ വെള്ളം വരുന്നുണ്ട്, ഇറങ്ങാനൊന്നും പറ്റൂല. ഇതാ ഇവിടെ ഒക്കെ കണ്ടില്ല, ഇതൊക്കെ പൊട്ടിയതാണ്. ഇതൊക്കെ ഇടിഞ്ഞതാ, വെള്ളം നിറഞ്ഞിട്ട് ഇടിഞ്ഞതാ. സത്യം പറഞ്ഞ ഇതൊരു കോഴിക്കോടിലെ ഒരു ഗോവ ആക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഈ സ്ഥലം കേരളത്തിലായിപ്പോയി. ഇത് ഗോവയിലും അല്ലാണെങ്കിൽ ഇവിടെ ഫുള്ള് മറ്റേ പരിപാടികളൊക്കെ വന്നിട്ടുണ്ടാവും. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പൊ 4:30 ബംഗു ലാസ്റ്റ് ഡേ എൻജോയ് ചെയ്ത്. എന്താ ഫുഡ് വേണ്ടിയേ പറഞ്ഞോ? എന്താ വേണ്ടിയേ? ആ ഗൈസ്, അപ്പൊ ചെക്കൻ്റെ ലാസ്റ്റ് ഡേ ആണ് അല്ലേ ബംഗു? സാരല്ലേ, പോട്ടെ. അപ്പൊ നമ്മള് നോക്ക്, നല്ല ഗോവൻ തീരത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. വാവ് ഗൈസ്, നമ്മള് കോഴിക്കോട് ബീച്ചിൽ പോയാല് മണ്ണ് ഒരുമാതിരി ഒരു ഗ്രേഷ് കളർ മണ്ണുണ്ടാവാ. പക്ഷെ കാപ്പാട് ബീച്ചിലെ മണ്ണുണ്ടോ നിങ്ങള് നോക്കിക്കേ, നമുക്ക് നല്ലൊരു ക്രിസ്റ്റൽ മണ്ണുണ്ടാവുക. നല്ല രസം അവിടെ എപ്പോഴും. ഈ മണ്ണ് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്ലുകൾ ഉണ്ടാവും. ഇതൊന്നും നമ്മളെ കോഴിക്കോട് ബീച്ചിൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ നടുവിൽ ഇങ്ങനെ കല്ലൊക്കെ ഉണ്ടാവും. എല്ലാരും നഞ്ഞി, എല്ലാരും നഞ്ഞി ഗൈസ്. അപ്പൊ യാരന്റെ കാല് നമ്മള് ബീച്ചിൽ മുക്കാൻ വേണ്ടി പോവാണ് അല്ലേ? കടൽ വെള്ളത്തിൽ. കമോൺ കമോൺ. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പൊ നമ്മളെ ബംഗു ലാസ്റ്റ് ഡേ എൻജോയ് ചെയ്യുകയാണ് അല്ലേ ബംഗു? കാപ്പാട് ബീച്ചിൽ വന്നുള്ള എൻജോയ്മെന്റ് ആണ് ബംഗുടെ നമ്മൾ കാണുന്നത് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി കയറി അല്ലേ ഹിബ? കാടാമുട്ട, പിന്നെ ഒരു പ്ലേറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാടാമുട്ട ഇപ്പൊ വരും. പഴംപൊരിയും കാടാമുട്ടയും വന്നിട്ടുണ്ട്. നല്ല ബീച്ച് ഫ്രണ്ടേജിൽ ഇരുന്നിട്ട് ചായ അടിക്കാനും പഴംപൊരിയൊക്കെ തിന്നാനും ഒരു വൈബ് തന്നെ അല്ലേ ഹിബ? അല്ലേ, അതൊരു വൈബാ അല്ലേ? അപ്പൊ നമ്മള് ബംഗു പോണതിന് മുന്നേ ലാസ്റ്റ് ആയിട്ട് ബംഗുവിന് പർച്ചേസിങ്ങിന് വന്നതാണ്. നല്ല വില കൂടിയ ഷോപ്പ് തന്നെ വന്നത്, നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയില്. അപ്പൊ കോളേജിൽ പോകാൻ ബംഗുവിന് 2 ടീഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് സ്റ്റുഡിയോയില്. എങ്ങനത്താണ്? ഫുൾ ഇതാണോ, മറ്റേ ആ ലൂസ് ഫിറ്റ് ടീഷർട്ട് ആടല്? അല്ല അല്ല, 5 സ്ലീവ് ആണോ ഗൈസ്? ബംഗു 5 സ്ലീവ് ഒന്നും ഇടില്ല കേട്ടോ അല്ലേ ഹിബ? ചെക്കൻ ഇപ്പോഴും 90s പിള്ളേരാ അല്ലേ? 5 സ്ലീവ് ഒന്നും ഇല്ല. എല്ലാരും ഉണ്ട്. ഹിബക്ക് താഴെ നിക്കണമെന്നുണ്ട് അവിടെ ലേഡീസ്, പക്ഷെ ഞാൻ മേലോട്ട് കയറ്റി. എന്താ ലാസ്റ്റ്? അയ്യോ
ഒന്ന് തിരിഞ്ഞിക്കടോ. എന്താണ് പറമ്പൂടെ വെച്ചാ നോക്കിട്ട് ഒരു 3-4 അണ്ടർവെയർ ഉണ്ട്, ബോക്സറൊക്കെ ഉണ്ട്, ലാർജ്. അടിയും പെട്ടിയാണ് ഇവിടെ. മമ്മി എത്തി. ഇത് ഈ ടീഷർട്ട് കീട്ടിലെ സാധനം ഗൈസ്, ഇവന് പറ്റണില്ല. ഏത് എന്നിട്ട് അങ്ക് ഇടാനല്ലേ? നിർത്തിക്ക. ഞാൻ ബംഗുവിനെ വെച്ചെടുത്ത ടീഷർട്ടാണ്. എങ്ങനെയുണ്ട് ബംഗു? കളറ് എനിക്ക് അനുയോജ്യം. വേണ്ട വേണ്ട വേണ്ട. ഗൈസ് അങ്ങനെ നമ്മളെ ബംഗുവിന് ഡ്രസ്സൊക്കെ എടുത്തു. കോളേജിൽ പോവാണല്ലോ, ടീഷർട്സ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. എടുക്ക്. ഫസ്റ്റ് ടീഷർട്ട് ഏതാ? വൈറ്റ് ഗൈസ്. ഇത് ഞാൻ സെലക്ട് ചെയ്താട്ടോ. അത് സാറിൽ ഇട്ടോ. എന്റെ സ്റ്റീൽ ബോഡി ആയിരിക്കും കാണണ്ട, ഞാൻ കട്ട് ചെയ്തോളാം. സ്റ്റീൽ ബോഡി ഗജനിയിലെ സൂര്യൻ ഗൈസ്, രക്ഷയില്ല. പുലിയുറുമ്പത് ചെക്ക 6 പാക്ക് ആണ്. അന്റെ പ്രായത്തിൽ എനിക്ക് 6 പാക്ക് തന്നെടാ. നോക്കട്ടെ. അടിപൊളിയടാ. നല്ല ഭംഗിയുണ്ട്. ഇതെടുത്തോ. ഇതൊക്കെ എന്ത് രസമാണ് ഫിറ്റിങ്. അതാണ് ഈ ബ്ലാക്ക് ടീഷർട്ട് അവിടെ കീട്ടിലും സാധനം ഗൈസ്. കീട്ടിലായിരിക്കും ടീഷർട്ട് അല്ലേ ഗൈസ്. അങ്ങനെ ബംഗുവിന്റെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു അല്ലെ ഹിബ? അടിപൊളി ഡ്രസ് ആയിരുന്നു ബംഗു. ഇപ്പൊ കോളേജിൽ പോവാൻ റെഡി അല്ലേ? ഇല്ല ഹിബ? ഇനി പൊട്ടിച്ചാള് ബംഗു. എന്താ സംഭവം ഗൈസ്? അപ്പൊ ബംഗു കോളേജിലൊന്നും അല്ല ഇട്ട് പോണേ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പൊ ബംഗു റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെ? എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ആണ് ബംഗു. NIT ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടിയാൽ മതി അല്ലെ? നമ്മള് ട്യൂഷന് പോയില്ല. ചെക്കന് +2 ട്യൂഷന് പോയിട്ടില്ല. അവന് ഓൺലൈൻ ട്യൂഷൻ ആയിരുന്നു അല്ലെ? എഡ്യൂപോർട്ടിലായിരുന്നു ബംഗു ഉള്ളത്. അപ്പൊ ആരും ഉണ്ട്. അപ്പൊ എന്തായാലും നാളാണ് ബംഗുവിന്റെ ക്ലാസ് തുടങ്ങണത്. കുറെ ക്ലാസ് മിസ്സായി തോന്നുന്നു അല്ലെ? ഇവന് നല്ല പനി എന്തൊക്കെയോ സീനൊക്കെ ആയിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് 3-4 ആഴ്ച അവിടെ കിടന്നാണ് അല്ലെ? അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ നാളാണ് കേട്ടോ ബംഗുവിന്റെ ക്ലാസ് എടുക്കണം. അപ്പൊ ബംഗു എന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പൊ എന്തായാലും ഗൈസ് എല്ലാരും ബംഗുവിന് വേണ്ടിട്ട് പ്രേ ചെയ്യണം. ബംഗുവിന് നല്ല റാങ്ക് ഒക്കെ ഇട്ട ഒരു ഓൾ ദ ബെസ്റ്റ് എല്ലാരും പറയാ ബംഗുവിന് വേണ്ടിട്ട് അല്ലെ? ഇഷ്ടമാണെങ്കിൽ ഇതാ ഷെയർ ചെയ്യാം, ബെല്ലൈക്കൺ അടിച്ചു.